അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ്, ഫിനാൻസിന്റെ പൊതുവിഷയങ്ങൾ സംബന്ധിച്ചാണ്. ഇപ്പം നമുക്കിപ്പോൾ ഈ നാളെ ഡൽഹിയിൽ കേന്ദ്ര ധനകാര്യമന്ത്രി, സംസ്ഥാന ധനകാര്യമന്ത്രിമാരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അത് പ്രീ ബഡ്ജറ്റ് മീറ്റിംഗ് ആണ്. ആ ബഡ്ജറ്റിന്റെ മീറ്റിംഗിൽ ഞങ്ങൾ പോകുന്നുണ്ട്. അത് അവിടെ പറയേണ്ട കാര്യങ്ങളെല്ലാം പറയും, സാധാരണ നമ്മുടെ ഡിമാൻഡുകൾ. ഇപ്പം നമ്മുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെയും കൂടി ആവർത്തിക്കുന്ന കാര്യമാണ്, കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ടതാണെന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം കേരളത്തിന് സാമ്പത്തികമായി വലിയൊരു ഉപരോധം തീർക്കുന്ന സ്ഥിതി തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും ഒടുവിൽ അത് രൂക്ഷമായത് നമുക്ക് ഈ വർഷം ആകെ എടുക്കാവുന്ന ബോറോയിങ് സ്പേസിൽ അവസാനത്തെ ഒരു 3 മാസക്കാലം, നമ്മുടെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ 3 മാസക്കാലം 12,000 കോടിയോളം രൂപയാണ് നമുക്ക് കിട്ടേണ്ടത്. അത് നേരെ പകുതി 5,900-ലധികം വെട്ടിക്കുറച്ച് പകുതി താഴെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 3 മാസത്തെ കാൽക്കുലേഷൻ ഇതെല്ലാം വെച്ചിട്ടാണ്. അപ്പം ഇത് ഈ വർഷം ആകെ എത്രയാണ് വെട്ടിക്കുറച്ചതെന്നുള്ളത് അറിയണം. ഈ വർഷം 17,000 കോടി രൂപയിലധികം, ഇതോടെ വരുമ്പോൾ 17,000 കോടി രൂപയിലധികം ഈ വർഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച തുക കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടാതെ വേറെ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ പൊതുവായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന കണക്കുകളിൽ നിന്നും കുറച്ച് GDP-യും GSDP-യും കണക്കാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കുറവുണ്ട്. അത് 4,250 കോടിയോളം കുറവ് വരും. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ അവിടെ വീണ്ടും ശ്രദ്ധപ്പെടുത്തിയതാണ്. ഈ 17,000 കോടി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് നേരത്തെ തന്നെ കിഫ്ബിയും പെൻഷൻ കമ്പനി എടുത്തു പറഞ്ഞിട്ട് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന നിലയിൽ മുമ്പെടുത്ത കടത്തിന് ഈ വർഷത്തെ നമ്മൾ ചെലവാക്കേണ്ടത് 4,700 ചില്ലാനം കോടി കുറയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ 50-60 വർഷമായിട്ടെടുത്ത കൊടുത്തിട്ടുള്ള ഗ്യാരണ്ടി ഉണ്ട്. സർക്കാർ ഗ്യാരണ്ടി കൊടുക്കും പലതിനും. അതിന് ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അതിന് 5 വർഷം കൊണ്ട് ഫണ്ട് ഉണ്ടാക്കണമെന്നാണ് റിസർവ് ബാങ്ക് പറഞ്ഞേക്കുന്നത്. ഒറ്റ വർഷം കൊണ്ട് എടുക്കേണ്ട പണം മൊത്തം വെട്ടിക്കുറച്ച് 3,300 കോടി അതും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4,408 ഇതുകൂടാതെ 1922 കോടി നമ്മൾ സുപ്രീം കോടതി കേസ് പറഞ്ഞ് നമ്മൾ പറഞ്ഞ കണക്ക് അനുകൂലമാണെന്ന് തന്ന പണമുണ്ട്, അതും കുറച്ചു. ഇതുകൂടാതെ GSTP, IGSTയുടെ കണക്കിൽ ചില തെറ്റുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, നമ്മുടെ തെറ്റല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ പുള്ളിൽ നിന്ന് ആകെ ചില സ്റ്റേറ്റുകൾ വിഡ്രോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 965 കോടി നമുക്ക് കുറച്ചു, പല സ്റ്റേറ്റിനും കുറച്ചു. ഇതെല്ലാം കൂടെ വരുമ്പം 11,000 കോടിയായി. ആ 11,000 കോടിയുടെ കൂടെ ഏറ്റവും അവസാനം ഈ ഫൈനൽ ഓവറുകളിൽ നിയമവിരുദ്ധമായിട്ടുള്ള കളി നടത്തുന്നു എന്ന് പറയുന്ന പോലെയാണ്. ഏതൊരു കളി നിയമത്തിലും ഗവൺമെന്റിന്റെ ഇത് സാമ്പത്തിക വർഷത്തിന്റെ അവസാനമാണ്, തെരഞ്ഞെടുപ്പ് വർഷമാണ്. അപ്പൊ ഈ 5ാം വർഷത്തിന്റെ അവസാനം നമ്മൾ 3 മാസം കൂടി മാത്രം ഇരിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ 3 മാസക്കാലത്തേക്ക് ഇങ്ങനെ കാണിക്കുമെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ന്യായമുള്ള കാര്യമല്ല. അതൊരു കളി നിയമങ്ങൾക്ക് ക്രിക്കറ്റിലോ മറ്റേതിനകത്തൊക്കെ ഇങ്ങനെ പാടില്ല എന്ന് പറയുന്നത്, ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനൊന്നും ഇല്ല, ജനങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ കാണിക്കാൻ പാടില്ലാത്തതാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ പ്രശ്നം വന്നപ്പോൾ വാസ്തവത്തിൽ 13-ാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു. 17-ാം തീയതിയാണ് അവിടുന്ന് കത്ത് തയ്യാറാക്കി 17-ാം തീയതി വൈകിട്ടാണ് ഈ വെട്ടിക്കുറച്ചതിന്റെ വിവരം വരുന്നത്. വാസ്തവത്തിൽ നമ്മൾ വല്ലാതെ ഒരു ബുദ്ധിമുട്ടിലാവുമല്ലോ പെട്ടെന്ന് ഇങ്ങനെ കുറയുകയെന്ന് വെച്ചാൽ. അപ്പം തന്നെ ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് ചോദിച്ചു, കേന്ദ്ര ഗവൺമെന്റിനോട് അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ട് 24-ാം തീയതി ക്രിസ്മസിന്റെ തലേന്ന് അവിടെ പോയി കണ്ടു, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിന്റെ കത്തിന്റെ കോപ്പി നിങ്ങൾക്ക് തന്നാണ്. നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിങ്ങനെ ഇങ്ങനെ അവസാനം വെട്ടിക്കുറയ്ക്കാൻ പാടില്ല, എന്നാൽ പിന്നെ ന്യായമായി ഞങ്ങൾക്ക് തരേണ്ട കുറെ പണമുണ്ട്. ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് തന്നെ 1 വർഷം കൊണ്ടല്ല പിടിക്കേണ്ടത്, 5 വർഷം കൊണ്ടാണ്. അത് ഞങ്ങൾക്ക് തന്നെ ഇത്ര പറ്റില്ല. NH പണിയുന്നതിന് പണം കേരളം മാത്രമാണ് 6,000 കോടിയോളം രൂപ സ്ഥലം മേടിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി കൊടുത്തത്. വേറൊരു സ്റ്റേറ്റും ഇല്ല. NHI ടോള് പിരിക്കുന്നതാണ്. ഇതൊന്നും സമ്മതിച്ചില്ല. അത് അങ്ങനൊരു സംഗതി നിൽക്കുന്നു. അപ്പൊ ഈയൊരു സ്ഥിതി വരുന്നത് സ്റ്റേറ്റിനെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് വീണ്ടും പറയണം. ഞങ്ങളത് കണ്ടത് തെരഞ്ഞെടുപ്പിൽ ഗവൺമെന്റ് കുറേയേറെ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് മിനി ബഡ്ജറ്റ് അല്ലെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ക്യാബിനറ്റ് തീരുമാനിച്ചത് അന്ന് തന്നെ പ്രഖ്യാപിച്ചതാണ്. 2,000 രൂപ ക്ഷേമ പെൻഷനും 1,000 രൂപ സ്ത്രീ സുരക്ഷാ പദ്ധതിയും കുട്ടികളുടെ ഈ കണക്ട് വർക്കും ഒക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളത് രാഷ്ട്രീയമായി തന്നെ കണ്ടിട്ടായിരിക്കണം. ഇത് അങ്ങേയറ്റം സന്തോഷം ഉണ്ടാക്കുന്നത് UDF-നും കൂടിയാണ്. UDF-ഉം BJP ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ കണ്ടുകൊണ്ട് അവർക്കുണ്ടാവുന്ന അസ്വസ്ഥത കൊണ്ടായിരിക്കും. എന്തായാലും
ഇത് വരുമ്പം ഇവരെല്ലാം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അങ്ങ് ആകെ തകരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി കേട്ടോണ്ടിരിക്കുന്നതാണല്ലോ. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വരുന്നു, ഓണം കൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴും പലരും എഴുതുന്നുണ്ട്. അത് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പലപ്പോഴും എഴുതിയിട്ടും അതൊന്നും നടക്കുന്നില്ല. കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. കേരളത്തിന്റെ ആകെ ചെലവിൽ ഓരോ വർഷത്തെയും ചെലവിൽ തന്നെ 1,15,000 കോടിയാണ് തൊട്ടു മുമ്പത്തെ 5 വർഷക്കാലം ഒരു ശരാശരി ഒരു വർഷം ചെലവാക്കിയെങ്കിൽ ഇപ്പൊ അത് 1,70,000 കോടിയിലേക്ക് മേളിലെത്തിയിട്ടുണ്ട്. അപ്പൊ അത്രയും വെട്ടിക്കുറവ് വന്നു. വെട്ടിക്കുറവ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ്. 31,000 കോടി രൂപ നമുക്ക് ഗ്രാന്റ് കിട്ടിക്കൊണ്ടിരുന്നത്, ഒരു വർഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം ഇപ്പം അത് 6,000 കോടിയിലേക്ക് ചുരുങ്ങി. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിക്കൊണ്ടിരുന്നത് 19,000, 13,000 ഒക്കെ കിട്ടിയത് അതില്ല, സീറോ. GST കോമ്പൻസേഷൻ കിട്ടിക്കൊണ്ടിരുന്നത് 12,000 കോടിയാണ് ശരാശരി ഒരു വർഷം, അതുമില്ല. ഇതൊക്കെ പറഞ്ഞു. ബോറോയിങ് 5% വരെ എടുക്കാമായിരുന്നു കോവിഡ് സമയത്ത്, 5% ഓഫ് ദി GSDP. അതും കുറഞ്ഞ് താഴോട്ട് വന്നു. ഇതൊക്കെ ആയിട്ടും ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന ഈ സ്റ്റേറ്റ് എന്നുള്ളതാണ് ഇവർക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം.